ഇന്ന് രാത്രി എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. നിനക്കെതിരെ ഹല്ലേലൂയ നിന്റെ പ്രതിയോഗി നിനക്കെതിരെ അപവാദമുണ്ടാക്കുമ്പോൾ, നിനക്കെതിരെ പരദൂഷണം പറയുമ്പോൾ, നിന്നെ കുത്തി നോവിപ്പിക്കുമ്പോൾ, നിന്നെ സങ്കടപ്പെടുത്തുമ്പോൾ നീ മൗനമായിരിക്കുക. ചില മേഖലകളിൽ മൗനമായിരിക്കുവാൻ പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി ബുദ്ധി ഉപദേശിക്കുക. വചനം പോലും പറയുന്നു, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ കർത്താവുണ്ട്, നിനക്ക് വേണ്ടി ഇടപെടുവാൻ കർത്താവുണ്ട്. ഹല്ലേലൂയ, നിനക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തി തരുവാൻ ഒരു നല്ല കർത്താവുണ്ട്. ഹന്ന തൻ്റെ പ്രതിയോഗി ഒത്തിരി വേദനിപ്പിച്ചു, ഒത്തിരി സങ്കടപ്പെടുത്തി. പക്ഷെ പ്രതികരിക്കാൻ നിന്നില്ല, മറുപടി പറയാൻ നിന്നില്ല, പരസ്പരം പ്രശ്നമുണ്ടാക്കാൻ നിന്നില്ല. ഒരു വീട്ടിനകത്ത് രണ്ട് സഹോദരിമാർ തമ്മിൽ പ്രശ്നമുണ്ടാക്കിയാൽ ആ വീടിൻ്റെ അന്തരീക്ഷം മാറും. അതിന് താൻ നിന്നില്ല. തനിക്ക് പറയാനുള്ള ഒരിടം, തനിക്ക് സങ്കടം പറയാനൊരിടമുള്ളത് അത് ദൈവത്തിൻ്റെ സന്നിധിയാ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നിന്റെ സങ്കടം പറയാനുള്ള ഒരിടം നിനക്കുണ്ട്. ഏതെങ്കിലുമുള്ള ഭാരത്തിനകത്തൂടെ നീ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ, നീ അങ്ങനെയുള്ള സാഹചര്യത്തിനകത്തൂടെയാണ് കടന്നു പോകുന്നത്, നിനക്ക് പറയാനൊരിടമുണ്ട്. അത് ദൈവസന്നിധിയാ. സങ്കടം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ദൈവമക്കളെ നിങ്ങൾ ഹല്ലേലൂയ പ്രതികരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ പ്രതികരിക്കാൻ നിൽക്കരുത്. ഹല്ലേലൂയ. നീ സൈലന്റ് ആയിരുന്നാൽ, നിങ്ങൾ സൈലന്റ് ആയിരുന്നാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ തുടങ്ങും. പക്ഷെ ചിലപ്പോഴൊക്കെ മാനുഷികമായി നമ്മൾ പ്രതികരിച്ചു പോകുന്ന ചില മേഖലകളുണ്ട്, മാനുഷികമായി നമ്മൾ അറിയാതെ സംസാരിച്ചു പോകുന്ന മേഖലകളുണ്ട്. ഇന്ന് രാത്രി അതിനെ ഒന്ന് മാറ്റിവെക്ക്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ക്യാൻസൽ ചെയ്യുക. ഹല്ലേലൂയ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ കർത്താവുണ്ട്. നീ ഒറ്റയ്ക്കല്ല. നീ അനുഭവിച്ചു കൊണ്ടുപോകുന്ന പ്രതികൂലത്തിനകത്ത് നീ ഏകയല്ല, നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ, മാതാവേ നീ ഒറ്റയ്ക്കല്ല, സഹോദരി നീ ഒറ്റയ്ക്കല്ല, പ്രിയ കുഞ്ഞെ നീ ഒറ്റയ്ക്കല്ല. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഏത് വലിയ പ്രതിയോഗി നിനക്കെതിരെ കൊണ്ടുവരുന്ന ഒരു പ്രശ്നവും, ചിലപ്പോ ഒക്കെ തോന്നും അവരെന്നെ പറ്റി മോശമായ ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് നോ പറയരുത്. ഹല്ലേലൂയ, നിനക്കെതിരെ അപവാദം പറയുമ്പോൾ, നിന്നെ കള്ളക്കേസിനകത്ത് കൊടുക്കുമ്പോൾ, നീ ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറയുമ്പോൾ, നിനക്കെതിരെ ഇല്ലായ്മ പറഞ്ഞുണ്ടാക്കുമ്പോൾ, നിന്റെ ശുശ്രൂഷക്കെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ, നിന്റെ ഹല്ലേലൂയ ജീവിതത്തെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ തലമുറയെ നോക്കി ഹല്ലേലൂയ മോശമായ കാര്യങ്ങൾ പറയുമ്പോൾ, അവരൊരു വാക്ക് പറഞ്ഞാൽ നീ രണ്ട് വാക്ക് പറയല്ല ചെയ്യേണ്ടത്. പ്രാർത്ഥന മുറിക്കകത്തേക്ക് ഓടിക്കയറണം. ആലയത്തിനകത്തേക്ക് ഹന്ന ഓടിച്ചെന്നു. ആലയത്തിൽ നിന്ന പുരോഹിതന് പോലും അവളുടെ അകത്തളത്തെ വേദന മനസ്സിലായില്ല. തൻ്റെ വിഷമം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ വിഷമം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ആലയത്തിനകത്ത് വിട്ടു പോയപ്പോൾ, ആലയത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വന്ന അവസ്ഥയായിരുന്നില്ല തൻ്റെ മുഖത്തുണ്ടായിരുന്നത്. തൻ്റെ ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി, തൻ്റെ മുഖത്തിനെ ദൈവം മാനിച്ചു, തൻ്റെ സങ്കടത്തെ ദൈവം മാറ്റി, തൻ്റെ തലയെ ദൈവം ഉയർത്തി നിർത്തിയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നീ പ്രതികരിക്കാതെ ഇരുന്നാൽ, ഹല്ലേലൂയ, മാനുഷികമായുള്ള നിന്റെ സാധ്യതകളെ നീ മൗനമാക്കി വെച്ചാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ആരും സംസാരിക്കാനില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ? കർത്താവ് നമുക്ക് വേണ്ടി സംസാരിക്കുമെന്നേ. കർത്താവ് ഇടപെടും. കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങളെ നടത്തി തരും. നീ നിന്റെ വിഷയങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ കൊടുക്ക, ദൈവസന്നിധി വിട്ടുകൊടുക്ക. കർത്താവിനോട് പറ, കർത്താവേ എനിക്ക് പറ്റത്തില്ല, ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, മാനുഷികമായി എൻ്റെ സാധ്യതകൾ അടയുന്നു. ഞാൻ പറയാം, നീ അങ്ങനെ പറഞ്ഞ് മുട്ടുമടക്കിയാൽ ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. സ്വർഗത്തിലെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇടപെടാൻ തുടങ്ങും. ദൈവം നേരിട്ടിറങ്ങി വന്ന് ഹല്ലേലൂയ നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് നിങ്ങളെ ഹല്ലേലൂയ സംരക്ഷിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, വേദനയോടെ പരിഹാസം അനുഭവിക്കുന്ന നിന്ദിക്കപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, മൗനമായിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. മൗനം. നിനക്ക് പറയാനുള്ള ഒറ്റയിടം നിന്റെ പ്രാർത്ഥനാ മുറിയാ.
നിങ്ങൾക്ക് സങ്കടം പറയാനുള്ള, നിങ്ങൾക്ക് കർത്താവുമായി സംസാരിക്കുവാനുള്ള, നിങ്ങളുടെ ആവശ്യങ്ങളെ പറയാനുള്ള, നിങ്ങളുടെ ആവലാതികൾ പറയാനുള്ളത് ഹല്ലേലൂയ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയാ. മാനുഷികമായി ചെയ്യാവുന്ന ഒന്നിലും നീ പോകണ്ട, ഒരിടത്തും നീ പോകണ്ട. എന്തെങ്കിലും സങ്കടം വരുമ്പോൾ പ്രാർത്ഥന മുറി കയറിയിരിക്കുക, വചനം വായിക്കുക, വചനം ധ്യാനിക്കുക, കർത്താവിനോട് അടുത്തു വാ, കർത്താവിനോട് പറയ. നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കുന്ന ഒരു അപ്പനാ നമുക്കുള്ളത്. അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യുദ്ധം യഹോവയ്ക്കുള്ളതാ, നമുക്കുള്ളതല്ല. ആമേൻ. ഒരു വാക്ക് നമുക്കെതിരെ മറ്റുള്ളവർ പറയുമ്പോൾ 2 വാക്ക് നമ്മൾ പറയുന്ന പരിപാടിയല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സങ്കടങ്ങളെ പകരുന്നുവെങ്കിൽ, പ്രതിയോഗി ഒത്തിരി സങ്കടപ്പെടുത്തിയപ്പോഴും ഹന്ന ഓടിച്ചെന്ന് ആലയത്തിനകത്തേക്ക് ചെന്നു, നിലവിളിച്ചു, പ്രാർത്ഥിച്ചു, തൻ്റെ സങ്കടം ദൈവസന്നിധിയിൽ പകർന്നു. അടുത്ത ആണ്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തിയെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നീ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ സങ്കടത്തെ കൊടുത്താൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അന്നവിടെ പറയുന്നൊരു പദമുണ്ട്, എൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിങ്ങളുടെ വിഷയങ്ങളെ കൊടുക്കുക, ദൈവത്തോട് പറയുക. മാനുഷിക സാധ്യതകളെ മാറ്റിവെക്കുക. പ്രതികാരം നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കൊമ്പുകളെ